നമസ്കാരം. ഇന്ന് മറ്റൊരു സെലിബ്രിറ്റിയുടെ ഗ്രഹനിലയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അനിൽ അംബാനി, അതായത് റിലയൻസിൻ്റെ തന്നെ മാനേജിങ് പാർട്ട്നേഴ്സായിട്ട് ഉണ്ടായിരുന്ന സഹോദര ബന്ധമുള്ള മുകേഷ് അംബാനിയുടെ സഹോദരൻ തന്നെയാണ് അനിൽ അംബാനി. അദ്ദേഹത്തിൻ്റെ ഗ്രഹനില നമുക്കിന്നൊന്ന് പരിശോധിക്കാം. അതായത് 4/6/1959 ജനിച്ച മുംബൈയിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും MD തന്നെയാണ് റിലയൻസ് ഗ്രൂപ്പിൻ്റെ. അതേപോലെ കണ്ടകശനി എന്നുള്ള കാര്യങ്ങളിലൊക്കെ കടന്നുപോയ ഒരാൾ കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കണ്ടകശനി, എടരാണ്ട ശനി, അതേപോലെ നീചഭംഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരകത്വം, എൻ്റെ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരു കാരകത്വത്തിൻ്റെ കുറവ് എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഗ്രഹം നീചത്തിലായി കഴിഞ്ഞാൽ സർവ്വതും പോയി എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതിനെയൊക്കെ നമുക്കിവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ലഗ്നാധിപൻ, ലഗ്നം മകരലഗ്നം, 3-ലാണ് കേതു, 4-ൽ ഗുളികൻ. 4-ൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ദോഷമാണ്, സുഖക്കുറവാണ്, മാതാവിൻ്റെ ദോഷം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ദോഷം, വീട് വാഹനം അങ്ങനെയുള്ളത് ഇല്ലാതെ പോകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇല്ലാതെ പോയോ എന്ന് കൂടി ശ്രദ്ധിക്കുക, ഗുളികൻ അവിടെ നിൽക്കുന്നത് കൊണ്ട്. അതേപോലെ തന്നെ ചന്ദ്രനും ബുധനും സൂര്യനും കൂടി 5-ൽ നിൽക്കുന്നു, 7-ൽ കുജനും ശുക്രനും കൂടി. അവിടെ ഒരു കൺട്രോളിങ്ങിൻ്റെ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴം 11-ൽ, 12-ൽ ശനി. റിലയൻസ് ക്യാപിറ്റൽ, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറൽ, ഇൻഷുറൻസ് മേഖല, ഫൈനാൻസ് മേഖല, അതേപോലെ ഡിഫൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖല, അതേപോലെ റിലയൻസ് പവർ, ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി, അതേപോലെ തന്നെ മെട്രോ റെയിൽ, സിമൻറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, കൺസ്ട്രക്ഷൻ മേഖല, അവിടെയാണ് നമുക്ക് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. കുജനും ശുക്രനും, 10-ാം ഭാവാധിപൻ ശുക്രനാണ്. കർമ്മ മേഖലയെ തന്നെ ഇവിടെ ചിന്തിക്കാം. 10-ാം ഭാവാധിപൻ ശുക്രനാണ്, ചൊവ്വയുമായി യോഗം ചെയ്ത് നിൽക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ബന്ധം അല്ലെങ്കിൽ സിവിൽ കൺസ്ട്രക്ഷൻ മേഖല, ഇതൊക്കെ കുജനും 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 10-ാം ഭാവാധിപനും കുജനും കൂടി യോഗം ചെയ്തിരിക്കുന്നു. അപ്പം കർമ്മഭാവം ചിന്തിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ മേഖല, സിമൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖല, അതേപോലെ മെട്രോ റെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പവർ, ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, റിലയൻസ് പവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റിക്കും ഒരു കണക്ഷൻ ചൊവ്വയ്ക്ക് കൊടുക്കാം. അതായത് അഗ്നി തത്വം ഏറിയിരിക്കുന്ന ഗ്രഹമാണ് ആ ഇലക്ട്രിസിറ്റിയുടെ ബന്ധം അവിടെ കൊടുത്തിരിക്കുന്നത്. 10-ലേക്ക് ബന്ധപ്പെടുന്ന ഈ 2 ഗ്രഹങ്ങൾ മാത്രമാണ്, അതിൻ്റെ ഒരു ബന്ധമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ ഫൈനാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ശുക്രന് ഫൈനാൻസിൻ്റെ കാരകത്വമുണ്ട്, ബിസിനസ്സിൻ്റെ കാരകത്വമുണ്ട്. അപ്പം നമുക്ക് പല ജാതകങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ചൊവ്വ നീചനല്ലേ, ചൊവ്വ നീചനായത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ, ഈ കാര്യങ്ങൾക്ക് ദോഷം ഉണ്ടായോ, ഭൂമി ഇല്ലാതെ പോയോ, നഷ്ടപ്പെട്ടോ, അവിടെയാണ് നമുക്ക് കേന്ദ്ര ബലത്തിൻ്റെ 4-ാം ഭാവാധിപൻ ലഗ്നവുമായിട്ട് ബന്ധിരിക്കുന്നതിൻ്റെ ഒരു ഇഷ്ടസ്ഥിതി. അപ്പം നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, ഏതൊരു ഗ്രഹം നീചമായാലും ആ ഗ്രഹത്തിൻ്റെ ഒരു കാരകത്വത്തിന് ഏതെങ്കിലും ഒരു കുറവ്, അത് മാത്രമേ നമുക്കവിടെ ചിന്തിക്കാൻ പറ്റൂ എന്നുള്ളതല്ലാതെ ഈ നീചത്തിൻ്റെ ഗ്രഹത്തിന് സർവ്വതും നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ നീചത്തിൻ്റെ ഭംഗം പറയുന്നതിനകത്ത് നമുക്കൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഏതൊരു നീചത്തിൻ്റെ ഗ്രഹത്തിന് ഭംഗം വന്നാലും കാരകത്വത്തിൻ്റെ കുറവ് തന്നെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം 7-ാം ഭാവത്തിൽ 7-ാം ഭാവാധിപൻ നീചനായി, 7-ാം ഭാവത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രഹം നിൽക്കുന്നു. 7-ാം ഭാവാധിപൻ നീചനായാൽ ഭാവാധിപൻ നീചനായി എന്നല്ല പറയേണ്ടത്, ഭാവത്തിനല്ല ആ ദോഷം പറയേണ്ടത്, ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിന് കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 7-ാം ഭാവത്തിൽ ശുക്രനും കുജനും കൂടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട് എന്നുള്ളത് പരിഗണിക്കേണ്ടതായിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ കൂടാതെ കമ്മ്യൂണിക്കേഷന്, അതേപോലെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിലയൻസ് ക്യാപിറ്റൽ അതാണ് ഫൈനാൻസിൻ്റെ മേഖല. പിന്നെ ഡിഫൻസ്
ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻജിനീയറിംഗ് മേഖല, അതും ചൊവ്വയാണ് കാണിക്കുന്നത്. ചൊവ്വയ്ക്ക് എൻജിനീയറിംഗ്, ആയുധങ്ങൾ, അതേപോലെ കൺസ്ട്രക്ഷൻ മേഖല, സിവിൽ ബന്ധം, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങളുടെ റിലേഷൻ, അതേപോലെ തന്നെ ഈ നിർമ്മാണ മേഖലയുമായിട്ട് എല്ലാ ബന്ധങ്ങളും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗ്രഹം. പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസ ഭാവത്തിനാണെങ്കിൽ പോലും 2ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി, അപ്പോഴും ഒരു എൻജിനീയറിംഗ് ബന്ധമുള്ള വിദ്യ പഠിക്കാം. ശനിയുടെ ദൃഷ്ടി, 2ാം ഭാവാധിപൻ ശനി ബന്ധം വന്നിരിക്കുന്നു. ചൊവ്വ ശനി ബന്ധം വന്നാലും അതേപോലെ എൻജിനീയറിംഗ് മേഖലയുടെ കണക്ഷൻ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതേപോലെ മെക്കാനിക്കൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഈ ജാതകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടസ്ഥിതിയിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. ആ ദശാകാലങ്ങളൊക്കെ കഴിഞ്ഞ് കടന്നുപോയ കാലഘട്ടത്തിൽ ലാഭത്തിൻ്റെ അനുഭവത്തിൽ വന്നു. അതേപോലെ കേസരി യോഗം, നിപുണ യോഗം, ഇങ്ങനെയുള്ള യോഗങ്ങളുടെ ഗുണം ഇവർക്ക് അനുഭവത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് ഗുളിക ബന്ധത്തിൻ്റെ ദോഷമോ അതേപോലെ തന്നെ കർമ്മ മേഖലയുടെ ദോഷമോ ഇതൊന്നും നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റത്തില്ല. കർമ്മ രാശിയിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം, ഗുളിക ഭവനാധിപനായ ചൊവ്വയാണ് കർമ്മ മേഖലയിൽ ദൃഷ്ടി ചെയ്ത്. അപ്പം എഞ്ചിനീയറിംഗ് മേഖല റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ പറയാൻ പറ്റി. ഇതാണ് കണ്ടകശനിയും ഏഴരാണ്ട ശനിയും ഒക്കെ കടന്നു പോയ ഒരു വ്യക്തി. ഇപ്പം കണ്ടകശനി കടന്നു പോയ ഒരു വ്യക്തിയാണ്. ആ കണ്ടകശനി കടന്നു പോയിട്ട് ഇപ്പം മാർച്ചിലാണ് നമ്മുടെ ചൊവ്വ ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് വന്നത്. കുംഭൻ രാശിയിൽ നിന്ന സമയത്ത് ഇദ്ദേഹത്തിനും കണ്ടകശനിയായിരുന്നു. അപ്പം ഈ ശനിയുടെ ദോഷത്തെ അദ്ദേഹം അറിഞ്ഞിരുന്നത് പോലുമില്ല. എന്തുകൊണ്ട്? ഇതിനെക്കുറിച്ച് ആലോചിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അവസരമുണ്ടായില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇതുപോലുള്ള ദോഷങ്ങളെ നമ്മൾ വലുതാക്കി നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രവൃത്തി മേഖലയിലും ദോഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ കർമ്മ മേഖലയിൽ നല്ല അനുഭവങ്ങളും കൂടി ചേർത്ത് കൊണ്ടാണ് ഈ കണ്ടകശനിക്ക് ദോഷമില്ലാതെ ഉള്ള ഒരു കാലഘട്ടം കടന്നുപോയ ഒരു വ്യക്തിയുടെ, ഒരു സെലിബ്രിറ്റിയുടെ തന്നെ ഗ്രഹനില ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്.